ശ്രീ സജീവൻ ഇവിടെ ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ജോർജ് പൊടിപ്പാറ നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞു. എങ്ങനെയാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ വി ഡി സതീശൻ പെർഫോം ചെയ്തത് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ, അതിനു മുമ്പ് ഒരുപാട് MLA മാർ കെ സി വേണുഗോപാലിന്റെ ചിത്രമിട്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമർശനത്തിനുള്ള മറുപടി എന്നുള്ള നിലയിൽ അതിൽ പല ഈ നിയമസഭയിലേക്ക് മത്സരിച്ചിരിക്കുന്ന പല സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ തീരുമാനം എടുക്കുമ്പോൾ അധികാരം എങ്ങോട്ടാണ്, ആർക്കാണ് കൂടുതൽ അധികാര സാധ്യത എന്ന നിലയിൽ MLA-മാരുടെ മനം തിരിയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ നോക്കിയാൽ ആർക്കായിരിക്കും സാധ്യത? തീരുമാനമെടുക്കുന്ന MLA-മാരാണെങ്കിൽ അവരുടെ മനം തിരിയുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എത്രയോ കാലമായി കണ്ടുവരുന്നതിന് MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, പക്ഷേ ഈ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്കറിയാമല്ലോ, കോഴി കൂവുന്നതുകൊണ്ടല്ല നേരം വെളുക്കുന്നത് നമുക്കറിയാം. പക്ഷേ കോഴി കൂവുന്നത് നേരം വെളുക്കുന്നതിൻ്റെ എന്തെല്ലാമോ സൂചനകൾ കിട്ടിയിട്ടാണ്. ഇതേപോലെയാണ് സുധാകരൻ്റെ കാര്യം. സുധാകരൻ്റെ കൃത്യമായ എന്തെല്ലാമോ സൂചനകൾ കിട്ടിയിട്ടാണ് അദ്ദേഹം ഈ കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ട് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് ചുവടുമാറ്റം നടത്തുന്നൊന്നുമല്ല. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, തൻ്റെ ബദ്ധശത്രുവായിട്ടുള്ള വി ഡി സതീശൻ അധികാരത്തിലേക്ക് വരരുത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കണ്ടസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം എന്ന് അദ്ദേഹം പറയാം. കാരണം രണ്ട് പേര് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് ബദ്ധശത്രുവാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ പൊടിപ്പാറ പറഞ്ഞൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഈ വിജയശില്പിയാണെന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ സമ്മതിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തെ ആക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിക്കുന്ന എന്ന് നിർബന്ധമുള്ള കുറേ പേരുണ്ട്, സുധാകരനെ പോലുള്ള ആളുകൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തേക്ക് നീങ്ങിയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഇവിടുത്തെ കേരളത്തിലെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. രാഹുൽ ഗാന്ധി ഇവിടെയുള്ള ആർക്കും രാഹുൽ ഗാന്ധിയാണെന്നാണ് ഇവിടെയുള്ള ആർക്കും അദ്ദേഹം അത് അവസരം കൊടുത്തില്ല. അതെ രാഹുൽ ഗാന്ധിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമുക്കറിയാം കെ സി വേണുഗോപാലിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം അറിയാം. സാധാരണഗതിയിൽ അദ്ദേഹം ഇവിടെ മത്സരിച്ചിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഇപ്പോൾ പണ്ട് ഈ തിരുത്തൽവാദികൾ കരുണാകരനെതിരെ രംഗത്ത് വന്നപ്പോൾ അന്ന് അതിന് നേതൃത്വം അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നത് ഇവിടെ രമേശ് ചെന്നിത്തലയും മറ്റുള്ള ആളുകളൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്ത് മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ളത് ഉമ്മൻചാണ്ടിയായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ്, അന്നത്തെ ഹൈക്കമാൻഡ് ആരെയാണ് മുഖ്യമന്ത്രിയാക്കിയത്? കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണി ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റാണ് ഇവിടെ എത്തിയത്. അതേപോലെ ഇവിടെ ഹൈക്കമാൻഡിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. MLA-മാർ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവരതിനനുസരിച്ച് ചായും. കാരണം അവർക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നീട് കുറേ സ്ഥാനങ്ങളുണ്ടല്ലോ, കുറേ മന്ത്രിസ്ഥാനങ്ങളുണ്ടല്ലോ. അതിനൊക്കെ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നുള്ള കാര്യം സംശയമില്ല. ഞാനിപ്പോൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് സുധാകരൻ്റെ ഈ ചുവടുമാറ്റെന്ന് ഞാൻ പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ സംസാരമുണ്ടല്ലോ, അദ്ദേഹം നടത്തിയുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയുള്ള ഈ പരാമർശം, അത് കൃത്യമായ ചില വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിന് സന്തോഷം, നേരത്തെ പറയുന്ന സന്തോഷം കൊണ്ടുകൂടിയായിരിക്കാം. കാരണം വി ഡി സതീശനാവില്ലല്ലോ, അതായിരുന്നു അദ്ദേഹത്തിന് നിർബന്ധം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. കുറേ കൂടി സാധ്യതയിലേക്ക് ഇവിടെ കെ സി വേണുഗോപാൽ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.